ഇത് വളരെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 കൊല്ലം മുമ്പ് അങ്ങോട്ട് എഴുതിയ ഒരു കവിതയാണ്. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ചെസ്സ് കളി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർട്ടിയിലും കുറച്ച് പ്രവർത്തനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പാർട്ടിയിൽ പ്രവർത്തിച്ച് കുറേ പേര് ഇങ്ങനെ ജീവിതം നശിച്ചു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചെസ്സ് കളിയിൽ ഭടന്മാർ ഉണ്ട്. ഏറ്റവും ആദ്യം നിരന്ന് നിൽക്കുന്ന ആൾക്കാരില്ലേ, ഓരോ ഭടന്മാരാണ്. ആ ഭടന്മാരൊക്കെ സാധാരണ എല്ലാവരും വെട്ടി പരിപാടി അവസാനിക്കും ഒരു കളിയുടെ എൻഡ് ഗെയിം ആകുമ്പോഴേക്കും. പക്ഷേ ചിലപ്പോൾ ചില ഭടന്മാർ അങ്ങേയറ്റത്ത് പോയിട്ട് മന്ത്രിയാവും. ഓക്കെ, അങ്ങനെ ഭടന്മാർ അങ്ങേയറ്റത്ത് പോയി മന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ മറ്റു മന്ത്രിയുടെയും കുതിരയുടെയും ആനയുടെയും ഒക്കെ സപ്പോർട്ടും വേണം. ഓക്കെ, എന്നാലാണ് ഈ ഭടന്മാരൊക്കെ പോയിട്ട് അപ്പുറത്ത് മന്ത്രിയാവുള്ളൂ. അങ്ങനത്തെ വലിയ സപ്പോർട്ടും സംഭവമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒക്കെ വെട്ടി പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ നല്ല രാഷ്ട്രീയക്കാരുടെ മക്കൾ, അല്ലെങ്കിൽ വലിയ വലിയ പണക്കാരുടെ മക്കൾ, ബിസിനസ്സുകാരുടെ മക്കൾ, അവരൊക്കെ ആണെങ്കിൽ അവർ എന്ത് രാഷ്ട്രീയം കളിച്ച് നടന്നു കഴിഞ്ഞാലും അവർ ഒരു സ്ഥലത്തെത്തും അറ്റ് ലാസ്റ്റ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഈ ഒരു കാട്ടുകുറത്തിത്തറയിൽ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്ന ടീംസൊക്കെ വന്ന് അവർ ഇങ്ങനെ പാർട്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഉന്മാദമത്തരായി ഇങ്ങനെ പുളകിതരായി ഇങ്ങനെ ആ ഒരു ടീനേജ് സമയമല്ലേ, അതിൽ വന്ന് സമരമൊക്കെ കണ്ട് നമ്മൾ രക്തത്തിളപ്പോട് കൂടിയിട്ട് കുറേ പേരുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കവിത. അവരൊക്കെ നമ്മളിപ്പോൾ പലരെയും രക്തസാക്ഷികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരൊരു രക്തസാക്ഷികളല്ല. അവരൊക്കെ ഇവരുടെ ഈ പാർട്ടിക്കാരുടെ കയ്യിലുള്ള കളിപ്പാവകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ പണ്ട് എഴുതിയ കുറേ കവിതകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് അതൊന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് പാടിയേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. കാട്ടുകുറത്തിത്തറയിൽ ഞാനെന്നാടിപ്പാടി നടക്കുമ്പോൾ, കാട്ടുകുറത്തിത്തറയിൽ ഞാനെന്നാടിപ്പാടി നടക്കുമ്പോൾ, ചെങ്കൊടികൾ തീജ്വാലകളായെന്നെന്നിൽ വന്നു പടരുമ്പോൾ, സമത്വമെന്നൊരു മുദ്രാവാക്യം എന്നെ പുളകിതനാക്കുമ്പോൾ, സമത്വമെന്നൊരു മുദ്രാവാക്യം എന്നെ പുളകിതനാക്കുമ്പോൾ, വീടും കുടിയും ഇല്ലാത്തൊരുവൻ ചാടിയിറങ്ങി പുറത്തെത്തി. പാർട്ടിക്കാർക്കായി വാളും ബോംബും കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ, ചോര ചീന്തി പിടയുന്നോരെ വീണ്ടും വീണ്ടും വെട്ടുമ്പോൾ, ഏതൊരു ക്രൂരൻ്റെയും മനസ്സു നോവണ പോലോർ കരയുമ്പോൾ, വീണ്ടും വെട്ടിയ ഞാനല്ലേ, മൃഗമല്ലേ ഈ ഞാനെന്ന്. പാർട്ടിക്കാർക്കായി വാളും ബോംബും കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ, ചോര ചീന്തി പിടയുന്നോരെ വീണ്ടും വീണ്ടും വെട്ടുമ്പോൾ, ഏതൊരു ക്രൂരൻ്റെയും മനസ്സു നോവണ പോലോർ കരയുമ്പോൾ, വീണ്ടും വെട്ടിയ നീയല്ലേ, മൃഗമല്ലേ ഈ നീയെന്ന്. ഓർമ്മകളിൽ ചോര ചീന്തിപ്പായും കാഴ്ചകളാണെന്നങ്ങിങ്ങും, ഇന്നും മനസ്സിൻ മായാത്തൊരൻ ദുഃഖവീതികളിൽ വിതുമ്പുന്നു. ചതുരംഗത്തിൽ ഭടനാണെന്നറിയാനായി വൈകിപ്പോയി ഞാൻ, വെട്ടും കുത്തും മാത്രമതിന്നെൻ ജീവിതമെന്നും കരുതി ഞാൻ, വെട്ടും കുത്തും മാത്രമതിന്നെൻ ജീവിതമെന്നും കരുതി ഞാൻ.
കാപാലികരെ പാർട്ടിക്കാരെ ഇനിയും നിങ്ങൾ കൊല്ലരുതേ, എന്നെ പോലൊരു ജീവൻ കാറ്റിൽ പാറ്റിപ്പാറി പറത്തരുതേ. കാലുപിടിച്ചു കരയുകയാണു ഞാൻ, പാർട്ടിക്കാരെ ചെയ്യരുതേ, തുച്ഛമീ ലാഭത്തിലൊരു പങ്കു പറ്റുവാൻ ജീവിതം കൊണ്ടു കളിക്കരുതേ. തുച്ഛമീ ലാഭത്തിലൊരു പങ്കു പറ്റുവാൻ ജീവിതം കൊണ്ടു കളിക്കരുതേ, ജീവിതം കൊണ്ടു കളിക്കരുതേ, ജീവൻ കൊണ്ടു കളിക്കരുതേ.